ഹായ്, ഞങ്ങൾക്കിന്നേ ഒരു സൽക്കാരമുണ്ട്. നമ്മളെ രണ്ടാമത്തെ സൽക്കാരം അന്നില്ലേ. ഇന്ന് എവിടെയാണ് സൽക്കാരം? ചെറിയ താത്തൻ്റെ വീട്ടിലാണ് സൽക്കാരം. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ്. ഉമ്മയും ഉപ്പച്ചിയും ആയുഷ്മോളും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളെ ഈ സൽക്കാരത്തിന് അല്ലേ. അപ്പം ചെറിയ താത്തൻ്റെ അടങ്ങി 3 താത്താരാണുള്ള അതിൽ ഏറ്റവും ചെറിയ താത്തൻ്റെ അടയാണ്. 3 താത്തൻ്റെ അടയുടെ സൽക്കാരം നമുക്ക് കഴിഞ്ഞു. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ വാട് അടുത്തിട്ട് ബാക്കി പറഞ്ഞുതരാം അല്ലേ ചേട്ടാ. പിന്നെ നമ്മൾ വിചാരിച്ചു സൽക്കാരത്തിന് പോകുമ്പോൾ കുറച്ച് ബേക്കറിയും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങണമല്ലോ. അപ്പം നമ്മൾ കുറച്ച് ബേക്കറിയും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ സെറ്റാക്കി. അപ്പോൾ നമ്മൾ താത്തൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. താത്ത എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ താത്തൻ്റെ ഉമ്മ, അളിയൻ്റെ ഉമ്മ നല്ലോണം ഫുഡൊക്കെ ഉണ്ടാക്കും, ബിരിയാണിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ കൈപ്പുണ്യം നമുക്കിന്ന് അറിയാം. ഓക്കെ, അങ്ങനെ ഞാനും അഫ്നും ഉപ്പയും ഉമ്മയും ആയുഷ്മോളും അനിയനും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന കേട്ടോ ഫുഡ് കഴിക്കണത്. ഫുഡ് ബിരിയാണിയും മന്തിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ബിരിയാണി ആയതുകൊണ്ട് ഞാൻ നല്ലോണമാണ് ബിരിയാണി കഴിച്ചു കേട്ടോ. പിന്നെ സ്പെഷ്യൽ പറയാലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കാട പൊരിച്ചുള്ളതുകൊണ്ട് അതൊന്നും കൂട്ടി നല്ലോണം കഴിച്ചു. എല്ലാവരും നല്ലോണം കഴിച്ചു കേട്ടോ. ആയുഷ്മോൾ പിന്നെ ഭക്ഷണം കഴിക്കും മാറി നോക്കൂല, ഭക്ഷണം മാത്രമാണ് ഫോക്കസ്. അനിയൻ പിന്നെ ഏതാ അപ്പം കഴിക്കാന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. ഈ നേരത്ത് താത്തൻ്റെ കുട്ടിനെടുത്ത് താത്തക്ക് ഭക്ഷണം കഴിക്കാൻ ഹെൽപ്പാക്കുന്ന അതുമുന്നേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുമേ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്രൂട്ട്സ് ഒരു നിർബന്ധമായിട്ടുള്ളതെന്നല്ലെങ്കിലും കിട്ടിയാൽ കൊള്ളാം. അപ്പം ഫ്രൂട്ട്സൊക്കെ താത്ത സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടം ഇതിൽ ഇതാണ് കേട്ടോ, കുറുമാമ്പഴം, പിന്നെ മാംഗോ. പിന്നെ ഇവിടെ വേറെ 2 ആളും കൂടി ഉണ്ടേ, ഞാൻ കാണിച്ചു തരാം. അതോ ബാബാ അയച്ചുവാ. ഇവിടെ ഇത് ആദുമോൻ്റെ വീടാട്ടോ അല്ലേ. അപ്പം ആദുമോൻ്റെ വീട്ടിലാണ് നമ്മളെ രണ്ടാമത്തെ സൽക്കാരം. എന്താ ആദുമോനെ പറയാനുള്ളത്? ഉഷാറാണോ? ഞങ്ങൾ വന്നിട്ട് സന്തോഷമായോ? ആദുമോൻ ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങൾ എപ്പോഴാ വരിക എന്നിങ്ങനെ. ഒരു എന്നാ ദുബായിക്ക് പോണേ? മറ്റന്നാള്. ഒരു 2 ദിവസം കൂടി കഴിഞ്ഞാൽ ദുബായിക്ക് പോകും. അപ്പോൾ അതിൻ്റെ മുന്നേ എന്തായാലും വരണമെന്ന് വാശിയാണ് ആദുവിന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വന്നു കേട്ടോ. സന്തോഷമായോ? ഇത് പിന്നെ ആയിഷുമോൾ, നമ്മളെ ഷോർട്സ് വീഡിയോകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ സൂപ്പർ സ്റ്റാർ അല്ലേ. സ്കൂളിലൊക്കെ സ്കൂളിലൊക്കെ ഓള് എല്ലാവരും അറിയുന്ന പറഞ്ഞ അറിയോ. ഓള് കൂടെ പഠിക്കുന്ന കുട്ടികളും അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഓരോ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ അല്ലേ പേപ്പറിലൊക്കെ എഴുതിയിട്ടും സ്റ്റിക്കർ ഒക്കെ തരൂലേ. എന്തിനാ ഗിഫ്റ്റ് തരില്ലേ? നമ്മൾ വീഡിയോ കാണലുണ്ടോ? എല്ലാ വീഡിയോസും കാണലുണ്ട് പറയലുണ്ടോ? അപ്പൊ ഇനി നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കൽ ചലഞ്ചിലേക്ക് പോയാലോ? 2 മിനിറ്റ് കൊണ്ട് നിലത്ത് വീകാതെ എത്ര പീസ് പഴങ്ങൾ കഴിക്കും, അതാണ് ചലഞ്ച്. റെഡിയാണോ? മെല്ലെ കഴിക്കാം കേട്ടോ. റെഡി 1 2 3 സ്റ്റാർട്ട്. മെല്ലെ. ആയുഷുവാണ് മുന്നിട്ടിക്കണേ. അതാവും അങ്ങനെ വൃത്തിയിട്ട് കഴിക്കണം. ഒരു കഷ്ണം പോലും ഫുഡാണ് നിലത്തിടാൻ പാടില്ല. ഓക്കെ, ആയുഷുവാണോ മുന്നിൽ അതുവാണോ മുന്നിൽ? ഇവിടെ ആദ്യം ഓൻ്റെ ഷോക്കേസ് എന്തോ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് കാണിച്ചു തരണേ. കുറെ ടോയ്സും മൊമെന്റോസും അതും ഇതൊക്കെ ഇതാണ് ആദുവിന്റെ ഹൽക്ക്, ആദു ഡോക്ടർ. ഇവിടെ ആദു സൂപ്പർമാൻ അല്ലേ? അതു സൂപ്പർമാന്, ആദു പോലീസ്. ഇതാരാ? സ്പൈഡർമാനോ? ഇതാരാ? ഇതാരാ? അൻഷീസ് വ്ലോഗോ? വാവ്, സ്പൈഡർമാൻ അൻഷീസ് വ്ലോഗ്. ഐഷു എന്താ പറയാനുള്ളേ? സ്പൈഡർമാൻ അൻഷീസ് വ്ലോഗാ? ആണോ? ഫുഡൊക്കെ കഴിച്ചു. ഉമ്മതാ കോളിലാണ്. ഉപ്പ എന്തോ ന്യൂസ് കേട്ടോണ്ടിരിക്കുകയാണ്. ഉപ്പ എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? അടിപൊളി ഫുഡ്. ഉമ്മ ഫുഡിന്റെ അഭിപ്രായം? അടിപൊളി. ഓക്കെ, ഉമ്മ ആർക്കോ കോൾ ചെയ്തോണ്ടിരിക്കുകയാണ്. ആരാ വിളിക്കണേ? അഫ്നുവിന്റെ അമ്മനെ വിളിക്കുകയാണ്. അപ്പൊ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? ഒരു സ്പെഷ്യൽ ഫുഡായിരുന്നു, നല്ല ബിരിയാണി ആയിരുന്നു അല്ലേ. താത്തന്റെ അതായത് അളിയന്റെ ഉമ്മ അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേ. നമ്മൾ ആദുവിന്റെ റൂമിലേക്ക് പോയതാട്ടോ. അപ്പൊ അവിടെ ഉണ്ട് ആദുവിന്റെ ഉപ്പ അടുത്താ വന്നത്. അപ്പൊ ആദുമോൻ എഴുതി റെഡിയാക്കി. ഇനി ആദു അടുത്തതായിട്ട് നമുക്ക് കാണിച്ചു തരാൻ പോണത് ഓന്റെ ഫോട്ടോസുകളാണ് കേട്ടോ. ഇതാരാ ആദു? ഇത്ര ക്യൂട്ടായിരുന്നു ആദു ചെറുപ്പത്തില്. ആണോ? നല്ല രസമുണ്ട്. അതിന്റെ എത്ര വയസ്സുള്ളപ്പോൾ അതും അറിയോ? 1.5 ആയിണോ? 1 വയസ്സ് ആയിട്ടുണ്ടാവും. താത്ത അളിയന്. ഇത് ഇതും അല്ലേ? ഓക്കെ, അതിനും ഇതിലില്ലല്ലേ? അതിനും അപ്പൊ ചെറിയ കുട്ടിയല്ലേ? ഐഷുമോൾ ഒരു പാട്ട് പാട്. മഹിൽ മഹാ സീനന്ന് മഹിമയഴും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള് അവളുടെ മധുവൊഴുകും പേരാണ് ഹുസൈനുൽ ജമാലി.
എല്ലാവരും കൈയടിക്കൂ. സൂപ്പർ സൂപ്പർ. ഇത് കണ്ട ആദ്യമോനൊരു പാട്ട് പാടുന്നു പറഞ്ഞല്ലേ? അതോ ഏതാ പാട്ട്? Peel, പീൽ peel, പീൽ ബനാന എന്നാ പാട് നോക്കട്ടെ. peel, peel, banana. Cut, cut, banana. Shake, shake, banana. Drink, drink, banana. I love banana. Every day, banana. വാവ് സൂപ്പർ. എല്ലാവരും കൈയടിക്കൂ. സൂപ്പർ. ഇത് കണ്ട ചുട്ടാമണിന്റെ ഒരു പാട്ട്. പാട് പാട്ട് പാട് പാട് പാട്. പാട്. അബു വി ബാബു ബു അബി ബു ബു. പാട്. പാട് പാട്. മൈക്ക് തന്നാലേ അവൻ പാടുന്ന അവൻ പറയുന്നത്. പാട്. അതന്നെ പാട്ട്. ചിരിക്കാൻ പാട്. പാട് കുട്ടാമണിയെ. ഒരാളുണ്ട് കേട്ടോ, അയിനു. പനിയായിട്ട് എന്ത് മഴ ഉണ്ടീനോ? ഞങ്ങൾ ടൂറ് പോയ റിസോർട്ടിൽ നിന്ന് സ്വിമ്മിംഗ് പൂൾ എടുത്ത് നടന്നു. മഴ ഉണ്ടല്ലേ? ഓടി കളിച്ചോണ്ട് പനി വന്നില്ലേ? ഇനി മഴ കൊള്ളൂ ഇല്ലല്ലോ? ഇല്ല, നല്ല മോളാണല്ലേ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചുല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ അതില്? സത്യസന്ധമായിട്ട് പറയും. സത്യസന്ധമായി പറഞ്ഞ അവിടെ നിന്ന് ബീഫ് ബിരിയാണി മന്തി ഉണ്ടായിരുന്നു. ഓക്കെ. ഞാൻ ബീഫ് കഴിക്കാത്തോണ്ട് എന്തെങ്കിലും മന്തി. അപ്പം ഞമ്മക്ക് എനിക്ക് എല്ലാം കോമൺ ആയിട്ട് എല്ലാം ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നേരത്തെ ഉമ്മയും ഉപ്പയൊക്കെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ കാട പൊരിച്ചെങ്കിൽ സ്പെഷ്യൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാട. പിന്നെ ചിക്കൻ പൊരിച്ചോ അൽഫാമും ഇഷ്ടമല്ലായിട്ടല്ല, എന്നാലും വെറൈറ്റി കാട ഉണ്ട്. കാട തല അതെ, അടിപൊളി കൈപ്പുണ്യ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ പറയാതെ ഇവിടെ നിന്ന് പോയത് നമ്മൾ ചെയ്തത് തെറ്റായിരിക്കും അല്ലേ? അപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾ തൽക്കാലം താത്തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഓക്കെ, അപ്പം ടാറ്റാ ബൈ ബൈ.